ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽഎസ് നേച്ചർ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല മൂത്ത പച്ചച്ചക്ക ഉപയോഗിച്ചിട്ട് ഒരു ചക്കലിശ്ശേരി തയ്യാറാക്കാം. ഇതേപോലെ ഒരു മഞ്ഞ കളറിലുള്ള ചക്കയാണ് ചക്കലിശ്ശേരിക്ക് നല്ലത്. ഇനി നമുക്ക് ചക്കയും ചക്കക്കുരും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ക്ലീൻ ചെയ്ത ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേണ്ട, ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് കഴുകി അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ള ചക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചക്കലിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ചക്ക വേവിച്ചെടുക്കാം. ഇത് 2 വിസിലടിക്കണ വരെയും നമുക്ക് ചക്ക വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്ക് സിമ്മിലാക്കി ഇട്ടിട്ട് ഒരു വിസിലും കൂടിയും അടിച്ച് എടുക്കാം. ചക്ക ചക്ക വേവുന്നത് ആവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 8 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊരു പച്ചമുളക് കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഈ നാളികേരം തരുതരുപ്പായിട്ട് അരച്ചു കൊണ്ടുവരാം. കണ്ട, ഇതേപോലെ ഞാൻ തരുതരുപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഗ്യാസ് ഒരു സിമ്മിലാക്കിയിട്ടിരിക്കുകയാണ്. വീണ്ടും ഒരു വിസിലും കൂടി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് കുക്കർ മാറ്റി വയ്ക്കാം. അപ്പോൾ കുക്കർ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിൽ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചക്കയും ചക്കക്കുരും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ലൂസാക്കി എടുക്കാം. ജാറൊക്കെ ഒന്ന് കഴുകി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിൽ തിളപ്പിച്ചാറിയ വെള്ളം ഈ സമയത്ത് ചേർത്ത് ഇത് ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ അളവിൽ മാത്രമേ ലൂസാക്കുന്നുള്ളൂ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കുറച്ചുകൂടി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അയവിലാണ് ഞാനിപ്പോൾ ചക്കരിശ്ശേരി തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. ഒന്ന് തിള വന്നാൽ മതി. അതിനുശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. വേണ്ട, ചക്കരിശ്ശേരി ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിത് കുക്കർ ഈ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അടികട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് അടിയോട്ടുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചക്കരിശ്ശേരിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 വറ്റൻമുളക് പൊട്ടിച്ചിട്ട് നമുക്ക് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ സ്പൂൺ ജീരകം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കടുക് ഒക്കെ പൊട്ടി മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നാളികേരം ഒന്ന് നന്നായി ബ്രൗൺ നിറാവണ വരെ ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ കുറച്ചും കൂടി ജീരകത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പം നമ്മുടെ കിച്ചണിലൊക്കെ നല്ല സ്മെല്ലാണ്. നാളികേരമൊക്കെ വറുത്ത് വരുന്ന സ്മെല്ല്, എലിശ്ശേരിയുടെ നല്ല സ്മെല്ലുണ്ട് കിച്ചണിലൊക്കെ. നല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ നാളികേരം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ട, നമ്മുടെ ചക്കലിശ്ശേരി നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് നല്ല ഒരു ചക്കലിശ്ശേരി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നാടൻ വിഭവമായിട്ടുള്ളൊരു ചക്കലിശ്ശേരിയാണിത്. ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ചക്കലിശ്ശേരി ഇവിടെ റെഡിയായി. കണ്ട, സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ചക്കലിശ്ശേരിയാണിത്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.